ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഉദയഭാനുവും ദേവിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉദയഭാനു ദേവിയോട് ചോദിക്കുക, മോളെ അവൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? ഇതുവരെ ശാരീരികമായിട്ടുള്ള ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആനന്ദേട്ടൻ നെഞ്ചു പിളർന്നു പോകുന്ന വാക്കുകൾ പറഞ്ഞാലും കേട്ട് നിൽക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അച്ഛൻ്റെയും എൻ്റെയും ഭാഗത്തു നിന്ന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെയുള്ളതാണല്ലോ എന്ന് പറയാം. മോളെ ദേവി, നീ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറയണം. പിന്നെ ഞാൻ എന്ത് പറയണോ അച്ഛാ, അച്ഛനെ ചെയ്തു കൂട്ടുന്നതിനൊക്കെ അനുഭവിക്കുന്നത് ഞാനാ എന്ന് പറഞ്ഞിട്ട് ദേവി റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പം ഉദയഭാനു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഇതേ സമയം നമ്മുടെ സുകന്യ ചൂടുവെള്ളമൊക്കെ ആയിട്ട് വരിക. എന്നിട്ട് പറയും, ഉദയഭാനു സാർ ഇതാ ചൂടുവെള്ളം എന്ന് പറയണം. അപ്പം അത് കയ്യിൽ നിന്ന് മേടിക്കൂ കേട്ടോ. അല്ല ഉദയഭാനു സാർ, നമ്മുടെ ലൈസൻസിൻ്റെ കാര്യം എന്തായി? അത് ഉടനെങ്ങാനും ശരിയാകുമോ എന്ന് ചോദിക്കുക. അയ്യോ മോളെ, അതിന് യുദ്ധമല്ലേ, യുദ്ധം കഴിയാതെ ഇനി ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഉദയഭാനു അപ്പോൾ സുകന്യയോട് പറയാം. ഇതിന് സിംഗപ്പൂര് യുദ്ധമൊന്നും ഇല്ലല്ലോ. സിംഗപ്പൂര് യുദ്ധമൊന്നും ഇല്ലെങ്കിലും ലോകത്തെ മുഴുവനും ആ യുദ്ധം സാരമായി തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുമെന്ന് സുകന്യയ്ക്ക് അറിയത്തില്ലേ? ഇപ്പം ഈ വീട്ടിലെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഇവിടെ ഗ്യാസ് ഉണ്ടോ? നമ്മുടെ ഈ ഇന്ത്യയിൽ യുദ്ധമൊന്നും നടക്കുന്നില്ലല്ലോ, പക്ഷെ ഗ്യാസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല, ഇപ്പം ഇവിടെ ഗ്യാസ് ഇല്ല എന്ന് സുകന്യ പറയും. ഗ്യാസ് കിട്ടുന്നുണ്ടോ എന്ന് വീണ്ടും ഉദയഭാനു ചോദിക്കുക. ഗ്യാസ് ബുക്ക് ചെയ്താൽ 10-28 ദിവസം കഴിഞ്ഞാലേ ഇപ്പം കിട്ടുള്ളത്രേ. അങ്ങനെയൊക്കെയാ നിയമങ്ങൾ. എന്തുകൊണ്ടാ? അത് യുദ്ധം നടക്കുന്നത് കൊണ്ട് എന്ന് സുകന്യ ഇപ്പം മറുപടി പറയും. ആണല്ലോ, ലോകത്തെവിടെയോ ഒരു യുദ്ധം നടക്കുന്നു, നമുക്ക് ഗ്യാസ് പോലും കിട്ടാനില്ല. അപ്പം പിന്നെ ലൈസൻസ് കിട്ടും മോളെ എന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ചോദിക്കാം. അപ്പം സുകന്യ, ഓ അങ്ങനെയൊക്കെയാണല്ലേ ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അതെ അതെ എന്ന് അപ്പോൾ ഉദയഭാനു പറയാം. ശരി, അത് ശരിയാണല്ലോ, ഞാൻ അതിനെപ്പറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല, അതാ സാറിനോട് ചോദിച്ചത് എന്നും പറഞ്ഞ് വീണ്ടും ചിന്തിച്ച് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുകന്യ. സമയം നമ്മുടെ ഉദയഭാനു ചിന്തിക്കുന്നത് എങ്ങനെ സുകന്യയുടെ ചിന്തകളൊക്കെ വഴിതിരിച്ചു വിടാന്നാണ് കേട്ടോ. നമ്മുടെ ആൺപടകൾ ടൂറിന് പോയവരെല്ലാം ഒരു പാലത്തിൻ്റെ മുകളിൽ ആകെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെയും ആര്യൻ്റെയും മുഖത്ത് അനിഷ്ടം കാണാം. ആകാശ് ചോദിക്കുക, ഓഹ് എന്നാലും ഈ അച്ഛനിത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി നമ്മൾ ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട്? ആര്യനും പറയും, മാമനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അച്ഛൻ? നമ്മളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ ഇത് എങ്ങോട്ടായി മുങ്ങിയത് എന്ന് ചോദിക്കുക. മനുഷ്യൻ ഈ പൊരി വെയിലത്ത് ഇവിടെ നിന്ന് മടുത്തു എന്ന് പറയാണ്. എന്തൊക്കെയായിരുന്നു അച്ഛൻ്റെ ബഹളങ്ങൾ? മണ്ണിനോട് ഇണങ്ങി വേണം ജീവിക്കാൻ, പ്രകൃതിയോട് ഇണങ്ങി വേണം നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ആ ചെറുക്കൻ്റെ മുന്നിൽ കിടന്ന് എന്തൊരു ഷോ ഓഫ് ആയിരുന്നു. ഓ, ഇടി കിട്ടാതെ ജസ്റ്റാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്ന് പറയണം. അവന്മാർക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇടി കിട്ടിയില്ല എന്ന് ആകാശ് പറയും. അല്ലെങ്കിൽ ഇപ്പം കാണായിരുന്നു ഗോമതി സ്റ്റോഴ്സ് ബാലനും മക്കളും കന്യാകുമാരിയിലുള്ള സകല റോഡിലൂടെ ഓടി തളർന്നിപ്പം നടക്കുന്നത്. അപ്പം ഇടി കിട്ടുമെന്നൊക്കെ നിനക്കൊക്കെ അറിയാമായിരുന്നല്ലേ എന്ന് ധർമ്മൻ ചോദിക്കും. എന്നിട്ട് മാസ് ഡയലോഗിനൊന്നും ഒരു കുറവും ഇല്ലായിരുന്നല്ലോ എന്ന് ധർമ്മ വീണ്ടും ചോദിക്കും. അത് പിന്നെ ഞങ്ങളുടെ അച്ഛനെ ചൊറിഞ്ഞ ഞങ്ങൾ ചുമ്മാതിരിക്കുമോ എന്ന് ആനന്ദ് ചോദിക്കും. ഇപ്പം അവന്മാർ കയറി മാന്തിയേനെ. അപ്പോൾ ഈ മാസ് ഡയലോഗുമായിട്ട് ഇരുന്നാലേ അവന്മാർ കയറി മേഞ്ഞ് വിട്ടേനെ. പെട്ടെന്ന് ധർമ്മൻ നോക്കുമ്പം ബാലൻ അങ്ങോട്ട് വരിക. അതെ, ആളെയും വരുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് ബാലൻ വളരെ സ്ലോ മോഷനിൽ നടന്നു വരിക. അപ്പോൾ ആര്യനും പറയും, അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ്റെ വരവൊക്കെ കണ്ടിട്ട് എന്തോ കോളത്ത ലക്ഷണം ഉണ്ടല്ലോ എന്ന് പറയാം. ബാലൻ അടുത്ത് വരുമ്പം ധർമ്മൻ ചോദിക്കും, ആളേനിത് എവിടെ പോയതാ? അതോ അത് ഞാനൊരു കൂട്ടുകാരനെ കണ്ടതാ. ഏത് കൂട്ടുകാരൻ? കന്യാകുമാരിയിൽ അളിയന് കൂട്ടുകാരനോ എന്ന് ധർമ്മൻ ചോദിക്കും. ആകാശം ആര്യനും അത് തന്നെ ചോദിക്കും. അച്ഛൻ ഇവിടെ ഏതാ കൂട്ടുകാരൻ? മുനിയാണ്ടി. ഏത് മുനിയാണ്ടി എന്നപ്പോൾ ധർമ്മ വീണ്ടും ചോദിക്കും. ഏതൊക്കെ മുനിയാണ്ടീനെ നിനക്കറിയാതിന് എന്ന് ധർമ്മനോട് ചോദിക്കും. എനിക്കൊരു മുനിയാണ്ടീനെ അറിയത്തില്ല, പക്ഷേ അളിയൻ ഇവിടെ ഒരു കൂട്ടുകാരനില്ലെന്ന് എനിക്ക് ഉറപ്പാ. നിനക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരന്മാരും നിനക്കറിയാവോ? പിന്നെ നിനക്കറിയാത്ത ഒരുപാട് മുനിയാണ്ടിമാർ ഈ നാട്ടിലുണ്ട്, ഈ പരിസര പ്രദേശത്തുണ്ട്. അവരിൽ ഒരാൾ എൻ്റെ മുനിയാണ്ടി എൻ്റെ കൂട്ടുകാരനാണ്. കൊപ്ര കച്ചവടക്കാരൻ. കൊപ്ര കച്ചവടക്കാരൻ മുനിയാണ്ടിയോ എന്ന് ആകാശ് ചോദിക്കും. ആ മുനിയാണ്ടിയെ കാണാനാ ഞാൻ പോയത്. അളിയനിത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങളും കൂടെ വന്നേനെ എന്ന് ധർമ്മനപ്പം പറയും കേട്ടോ. ഈ മുനിയാണ്ടി നിങ്ങളുടെ കൂട്ടുകാരനല്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനാ എൻ്റെ കൂടെ വരുന്നേ? ഇത് എൻ്റെ മാത്രം കൂട്ടുകാരനല്ലേ എന്ന് ചോദിക്കാം. ഈ അച്ഛൻ ഇത് എന്തൊക്കെയായി പറയുന്നേ എന്ന് ആര്യനപ്പം ചിന്തിക്കേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേടാ ആര്യ എന്ന് ചോദിക്കും. അതെ എന്നിപ്പോൾ പറയാണ് കേട്ടോ ആര്യൻ. എന്നാൽ പിന്നെ സമയം കളയണ്ട, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ബാലൻ മുന്നിൽ നടക്കുകയാണ് കേട്ടോ. പിന്നാലെ അവർ നടക്കുക. ഈ അച്ഛൻ ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആകാശം നിൽക്കുകയാണേ. വണ്ടിയിൽ കയറി അവർ കയറിയിരിക്കുകയാണ് കേട്ടോ.
എൻ്റെ കയ്യിലൊരു ബാഗ് കാണുന്ന നമ്മുടെ ധർമ്മം പറയും, അളിയ ആ ബാഗ് ഇങ്ങൂരുത്താ, ഞാനിത് വണ്ടിയുടെ ഡിക്കിൽ വെക്കാം. എന്തിന്? ഈ ബാഗൊക്കെ കയ്യിൽ പിടിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട് എന്ന് പറയണം കേട്ടോ. അവനൊരു ബാഗ് ഊരി മേടിക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ബാലൻ മുൻ സീറ്റ് കയറിയിരിക്കാം. അപ്പം ആര്യനോട് നമ്മുടെ ധർമ്മം പറയും, നീ ഇരിക്കട എന്നും പറഞ്ഞ് അടുത്ത് കയറിയിരിക്കാം. അപ്പം ആര്യനാണെങ്കിൽ ധർമ്മനോട് പറയും, അച്ഛന് ഈ നാട്ടിൽ പരിചയക്കാരൊക്കെ ഉണ്ടോ, ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ടോ എന്ന്. എനിക്കെങ്ങും അറിയില്ല, അളിയനും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ ആ ബാഗിൽ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുന്നത് ധർമ്മൻ ശ്രദ്ധിക്കൂ കേട്ടോ. ഇതെന്താ വല്ലോ നിധിയുമാണോ എന്ന് ധർമ്മൻ അപ്പം മനസ്സ് ചിന്തിക്കുവാണേ. അളിയൻ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ, എന്തോ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് ധർമ്മൻ മനസ്സ് ചിന്തിക്കുവാണേ. അങ്ങനെ അവരുടെ യാത്ര വീണ്ടും മുന്നോട്ട് തുടരുകയാണ്. ഇതേ സമയം ഉദയഭാനു ആണെങ്കിൽ അവിടെ നിന്ന് പോകാതെ ചായയൊക്കെ മേടിച്ച് കുടിക്കുകയാണ്. അപ്പം നമ്മുടെ ദേവിയാണെങ്കിൽ അച്ഛന് പോകാറായില്ലേ, അച്ഛനിത് എന്തുദ്ദേശിച്ച് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുക. നമ്മുടെ മിത്രയുടെ മീനുവിൻ്റെ മനസ്സിലും ഇതൊക്കെ തന്നെയാണ്. അവരാണ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണല്ലോ ഉദയഭാനു കയറി വരുന്നത്. തങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും ഇന്ന് പൊളിയൂലോ എന്നുള്ള ടെൻഷനിലാണ് അവർ. നമ്മുടെ സുഗന്യയ്ക്കാണെങ്കിൽ അവളുടെ ലൈസൻസിൻ്റെ കാര്യം ഒന്നും ആകാത്തതിലുള്ള ടെൻഷൻ. ഈ ലൈസൻസിൻ്റെ കാര്യം ഇനി എന്ന് ശരിയാകാനാ, എൻ്റെ ഈശ്വര, ഇത്രയും കാശ് അതിൽ മുടക്കുകയും ചെയ്തു എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സുഗന്യ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഉദയഭാനു പറയും, എഴുന്നേക്കും, അല്ല അങ്കിള് ഇനി നേരെ വീട്ടിലേക്കായിരിക്കും അല്ലേ പോകുന്നേ എന്നപ്പം മീനു ചോദിക്കും. അതെ മോളെ, ഇനിയിപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് ദുബായിലേക്കൊക്കെ പോകാൻ പറ്റൂ, എങ്കിൽ ശരി ഞാനങ്ങ് ഇറങ്ങട്ടെ മക്കളെ എന്നും ചോദിച്ച് ഉദയഭാനു യാത്ര ചോദിച്ച് ഇറങ്ങാൻ തുടങ്ങുവേ. അയ്യോ ഇറങ്ങുവാണോ എന്നും പറഞ്ഞ് ഗോമതി പിന്നിൽ നിന്ന് വിളിക്കും. നമ്മുടെ മീനും ഇത്രയും പോവാണല്ലോ എന്നുള്ള സമാധാനത്തിൽ നിൽക്കുക. അപ്പോഴാണ് ഗോമതി വിളിച്ചത്. അത് കേൾക്കുമ്പം നല്ല ദേഷ്യം വരികയാണ് കേട്ടോ രണ്ടാൾക്കും. എന്താ വിളിച്ചത് എന്ന് അപ്പം ഉദയഭാനു ചോദിക്കും. അല്ല ഇത്രയും സമയമായില്ലേ, എന്നാൽ പിന്നെ ഊണ് കഴിച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുക. അപ്പം വീണ്ടും അവിടെ ഇരിക്കുവേ. എന്നിട്ട് പറയും, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ ഇന്ന് ഊണും കൂടി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഉദയഭാനു അവിടെ ഇരിക്കുക. അപ്പം മീനും ഇത്രയാണെങ്കിൽ ഗോമതിയെ കണ്ണുരുട്ടി നോക്കുക, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ. അവരുടെ ഈ നോട്ടവും ഭാവവും ഒക്കെ നമ്മുടെ ദേവിയും കാണുന്നുണ്ട്. പക്ഷെ സുഗന്യയ്ക്ക് സന്തോഷമായ. അപ്പോൾ ദേവി പറയുവേ, അച്ഛാ ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലായതുകൊണ്ട് ഇവിടെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം. അതെ എന്ന് അപ്പം മീനും പറയും, അച്ഛൻ വീട്ടിൽ പോയി കഴിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വീണ്ടും ദേവി പറയും. അയ്യോ എൻ്റെ മോളെ, ഈ ഗോമതിയുടെ കൈകൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കി കഴിച്ചാലും അത്രയ്ക്ക് രുചിയല്ലേ. അത് കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഗോമതിയുടെ കൈപ്പുണ്യം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുള്ള ആഹാരങ്ങളിൽ ഏറ്റവും രുചികരമായ ആഹാരം ഗോമതി ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്ന് പറയണം കേട്ടോ. അപ്പം നമ്മുടെ ഗോമതി ആണെങ്കിൽ ആ പുകിഴ്ത്തലിൽ വീണിരിക്കുവാണേ. അപ്പം ദേവി വീണ്ടും പറയും, അച്ഛ അമ്മ അവിടെ കാത്തിരിക്കുമായിരിക്കും. എൻ്റെ മോളെ അതിനിപ്പോൾ എന്താ, ഇവിടെ ഉണ്ടെന്നൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ എന്ന് ഉദയഭാനു വീണ്ടും ദേവിയോട് പറയണം കേട്ടോ. അവളെ വിളിച്ച് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞോളാം. ഗോമതി ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചിട്ടേ അത് കഴിക്കാതെ പോയാൽ അത് ഗോമതിക്കൊരു സങ്കടമാകില്ലേ, അല്ലേ ഗോമതി എന്ന് ഉദയഭാനു ചോദിക്കുക. അപ്പം ഗോമതി അതെ അതെ എന്നുള്ള രീതിയിൽ തലയാട്ടുവാണേ. എന്നിട്ട് മീനുവിൻ്റെ മിത്രയുടെ മുഖത്തേക്ക് നോക്കും. അപ്പം മീനുവാണ് കണ്ണുരുട്ടി നോക്കും, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ. എന്നാൽ പിന്നെ ഊണിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കിക്കോളൂ ഗോമതി എന്ന് ഉദയഭാനു പറയാം. ബാ എന്നും പറഞ്ഞ് മീനുവിനെ മിത്രയും വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാം. അപ്പം മീനു പറയും, വെച്ചിട്ടുണ്ട്, വെറുതെ ഓരോരോ പണികൾ വിളിച്ചു വരുത്തിയിട്ട് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം സുകന്യ നമ്മുടെ ഉദയഭാനുവിനെ തന്നെ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ. മീനു ചോദിക്കും, അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം ഇത്രയും പറയും, അപ്പച്ചി ഒരു അബദ്ധരാജാവായി പോയല്ലോ, അമ്മ അത് ചോദിക്കാനിരുന്നു, അയാളത് കേൾക്കാനും എന്ന് മിത്ര പറയണ്. ഷേടാ ഞാൻ അറിഞ്ഞു ഉദയഭാനു സാറ് ഊണ് കഴിച്ചിട്ടേ പോകുള്ളെന്ന് പറയൂന്ന്. നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ നമ്മൾ ഒരു ചടങ്ങിന് വേണ്ടി ചോദിക്കില്ലേ ഊണ് കഴിച്ചിട്ട് പോകാന്ന്. ഊണ് കഴിക്കാൻ സമയമില്ല അങ്ങനെയല്ലേ അദ്ദേഹം പറയേണ്ടത്, ഞാൻ അങ്ങനെയൊക്കെ പറയുമെന്നാ കരുതിയത്. ബെസ്റ്റ് ആള് എന്നപ്പം മീനു പറയും, ആ ഉദയഭാനു സാറ് അങ്ങനെ പറയുന്ന ആ അമ്മ കരുതിയത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തന്നെ. ഇതിങ്ങനെ ഒരു കൊനിഷ്ടാകുമെന്ന് ഞാനുണ്ടോ അറിയുന്നു എന്ന്. അപ്പം ഗോമതി വീണ്ടും പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കുക. പിന്നെ ദേവി മോളുടെ അച്ഛനല്ലേ, നമ്മളൊരു പരിഗണന കാണിക്കണ്ടേ എന്ന് വീണ്ടും ചോദിക്കുക. പരിഗണന, നമ്മുടെ സകല പ്ലാനുവേ പൊട്ടിപ്പോയി എന്ന് അപ്പം മീനു പറയണം. അപ്പം മിത്ര പറയും, അപ്പച്ചിയുടെ കൈപുണ്യത്തെ പറ്റി വാനോളം പൂഴ്ത്തിട്ടുണ്ടായിരുന്നല്ലോ, വിഭവസമൃദ്ധമായ സദ്യ തന്നെ വേഗം ഒരുക്കി കൊടുത്തോ. സദ്യ, പിന്നെ ചോറും പുളിശ്ശേരി ഒരു മെഴുക്കുവരട്ടിയും അത് മതി, അതും കൊടുത്ത് ഞാൻ പറഞ്ഞു വിടും എന്ന് പറയാം. അങ്ങനെയാണെങ്കിലേ 2 മണിക്കുള്ള ഷോയ്ക്ക് നമുക്ക് സിനിമയ്ക്ക് പോകാം എന്ന് മീനു പറയാം. അപ്പം മിത്ര പറയും, ഊണ് കൊടുത്ത് ഉദയഭാനു അങ്കിളിനെ എത്രയും വേഗം പൈക്ക് ചെയ്യണം, എങ്കിലേ നമ്മുടെ പ്ലാനൊക്കെ നടക്കൂ. പിന്നെന്താ, ഊണ് കൊടുക്കുന്നു, ഉദയഭാനു സാറ് പോകുന്നു,
നമ്മൾ 2 മണിക്കുള്ള ഷോയ്ക്ക് സിനിമയ്ക്ക് പോകുന്നു പോരെ എന്ന് ചോദിക്കുക. മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് മിത്ര ചോദിക്കുക. ഒരു മാറ്റവും ഇല്ല, ഇക്കാര്യം ഞാൻ ഏറ്റു എന്ന് ഗോമതി ഏൽക്കുക. ദയവ് ചെയ്ത് പുതിയ വള്ളിയൊന്നും പിടിക്കരുത് എന്ന് മീനു പറയാ. ഇല്ലടി, ഈ കാര്യം ഞാൻ ഏറ്റു, ഊണ് കൊടുത്ത് എത്രയും വേഗം ഞാൻ പറഞ്ഞു വിട്ടോളാം. മിത്രേ, നീ അനുമോളെ വിളിച്ച് നീ അനുമോളോട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് 2 മണിക്ക് കൃത്യം തിയേറ്ററിൽ വരാൻ പറയണം എന്ന് മീനു മിത്രയോട് പറയാണ് കേട്ടോ. അപ്പം മിത്ര പറയും, ശരി ചേച്ചി, ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പറയാം എന്ന് പറയാം. എന്നാ ബാ, നമുക്ക് എത്രയും വേഗം ആഹാരം ഉണ്ടാക്കാം എന്ന് ഗോമതി പറയാണ് കേട്ടോ. സമയം മിത്ര വേഗം തന്നെ നമ്മുടെ അനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കാം. നമ്മുടെ സുഗന്യക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഉദയഭാനു സാറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് വീണ്ടും ചോദിക്കുക, യുദ്ധം കഴിയാതെ ലൈസൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ലല്ലേ എന്ന് ചോദിക്കുക. സാധ്യതയില്ല മോളെ, ഒരു സാധ്യതയില്ല. ഈ യുദ്ധം ഒന്ന് വേഗം തീരാൻ പ്രാർത്ഥിക്കുക എന്ന് ഉദയഭാനു സാർ പറയാം. അങ്ങനെയാണെങ്കിലേ നമ്മൾ കൊടുത്ത 10 ലക്ഷം രൂപ തിരികെ വാങ്ങിയാലോ എന്ന് ചോദിക്കുക. 10 ലക്ഷം തിരികെ വാങ്ങാനോ? യുദ്ധം കഴിയാതെ ലൈസൻസ് എന്തായാലും കിട്ടില്ലല്ലോ മോളെ. സുഗന്യെ 10 ലക്ഷം രൂപ തിരികെ ചോദിച്ചാൽ നാളെ തന്നെ ആ പണം അവർ തിരികെ തരും. പിന്നെന്താ കുഴപ്പം? പക്ഷേ ഇനി ഒരിക്കലും സിംഗപ്പൂർ ബിസിനസ് ലൈസൻസ് പ്രതീക്ഷിക്കേ വേണ്ട എന്ന് ഉദയഭാനു പറയണേ. സിംഗപ്പൂർ ഗവൺമെന്റ് ബിസിനസ് ലൈസൻസ് നൽകാൻ ഉദ്ദേശിക്കുന്നവരുടെ ലിസ്റ്റിൽ സുഗന്യ ഇപ്പോൾ 1ാമതാ എന്ന് വീണ്ടും പറയാം. അത് കേൾക്കുമ്പോൾ സുഗന്യക്ക് സമാധാനമാവുകയാണേ. പൈസ തിരിച്ചു വാങ്ങിയ ആ ലിസ്റ്റിൽ നിന്ന് സുഗന്യയുടെ പേര് അപ്പം തന്നെ അവർ വെട്ടും. അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആണെന്നേ, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഗവൺമെന്റിന്റെ റൂളാണത് എന്ന് പറയാം. ഇനിയിപ്പം സുഗന്യക്ക് പെട്ടെന്ന് ലൈസൻസ് വേണമെന്നാണെങ്കിൽ നമുക്ക് ഒരു പ്രീമിയം ലൈസൻസ് എടുക്കാം. പ്രീമിയം ലൈസൻസിന് യുദ്ധമൊന്നും ഒരു വിഷയമേ അല്ല. എന്നാൽ അത് എത്രയും വേഗം എടുത്തോ, പ്രീമിയം തന്നെ മതി എനിക്ക് എന്ന് സുഗന്യ പറയാം. പക്ഷേ അതിന് കുറച്ചുകൂടി കാശ് ചെലവാകും എന്ന് വീണ്ടും ഉദയഭാനു പറയാം. കാശ് കൊടുക്കാൻ സുഗന്യ റെഡിയാണെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ പ്രീമിയം ബിസിനസ് ലൈസൻസ് നമുക്ക് അടിച്ചെടുക്കാം. ഞാനത് റെഡിയാക്കി തരാം. സുഗന്യ ഒന്ന് ആലോചിക്കുക, കാശ് കൊടുക്കാൻ റെഡിയാണോ എന്ന്. അതിനുശേഷം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണേ. എന്നാൽ ഈ ഗ്ലാസ് കൊണ്ട് അടുക്കള വെച്ചോളൂ എന്നും പറഞ്ഞ് ഉദയഭാനു ചായ കുടിച്ച ഗ്ലാസ് സുഗന്യയുടെ കയ്യിലേക്ക് കൊടുക്കുക. സുഗന്യയാണ് പ്രീമിയം ലൈസൻസിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അടുക്കളയ്ക്ക് പോവുക. ഇവള് ശരിക്കും ഒരു മണ്ടി തന്നെയാണല്ലോ. എങ്ങനെയെങ്കിലും ഇവളുടെ പറ്റിക്കൂടി കുറച്ച് സ്വർണം അടിച്ചു മാറ്റണം, ഇപ്പം അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഉദയഭാനു പറയണം. ദേവിയുടെ കയ്യിൽ ആ സ്വർണ്ണമുണ്ട്, അതും കൂടി അടിച്ചു മാറ്റുക തന്നെ വേണം. എന്നിട്ട് വേണം ഇവിടുന്ന് പോകാൻ എന്നൊരു തീരുമാനത്തിലാണ് ഉദയഭാനു. ഇതേ സമയം ടൂറിന് പോയവരൊക്കെ വണ്ടിയിൽ യാത്ര തുടരുകയാണ് കേട്ടോ. ആര്യനും ആകാശം നല്ല രീതിയിൽ ബോറടിച്ചേ. അതേസമയം പെട്ടെന്നാണ് അവരൊരു വെള്ളച്ചാട്ടം കാണുന്നത്. അവരെല്ലാവരും കൂടി അവിടേക്ക് പോവുകയാണേ. ആ വെള്ളച്ചാട്ടത്തിൽ ചാടിയും കുളിച്ചും ഒക്കെ അവർ അർമാദിക്കുകയാണ്. നമ്മുടെ ആനന്ദും എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടു കൂടി അതിൽ പങ്കുചേരുക. ബാലനും ചേരുന്നുണ്ട് കേട്ടോ. ഒന്നിനും പിന്നോട്ട് നിൽക്കുന്നില്ല. മക്കൾ ചെയ്യുന്നതിനൊന്നും എതിർക്കുന്നുമില്ല. അവരോടൊപ്പം ഈ സന്തോഷങ്ങളിലൊക്കെ പങ്കുകൊള്ളുന്നുണ്ട്. എല്ലാവരും വളരെയേറെ സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. ഇപ്പം ആരിൻ്റെ ആകാശിൻ്റെയും അനിഷ്ടമൊക്കെ മാറിയിട്ടുണ്ട്. അച്ഛനോടൊപ്പം അവരും എല്ലാത്തിനും കൂടുന്നുമുണ്ട്. നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം എന്ന് ബാലൻ പറയും കേട്ടോ. അപ്പോൾ ആര്യൻ ധർമ്മൻ്റെ ചെവി പറയും, ഏതോ തല്ലിപ്പൊളി ഹോട്ടലിലേക്കായിരിക്കും പോകുന്നത് എന്ന് പറയാം. ആനന്ദ് പറയും, റൂമൊന്നും പ്രതീക്ഷിക്കേണ്ട, ഡോർമെറ്ററി ആയിരിക്കും അച്ഛൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ആനന്ദ് പറയും. പിന്നല്ലാതെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ അത്രയൊക്കെ ചെയ്താൽ തന്നെ വലിയ കാര്യമാണ് എന്ന് ആര്യനും പറയണം കേട്ടോ. അങ്ങനെ മക്കളെല്ലാവരും കൂടി അച്ഛനെ ട്രോളിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവരൊരു വലിയ ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തുക. അപ്പം ഹോട്ടലിൻ്റെ രൂപമൊക്കെ കാണുന്ന ഹോട്ടൽ കൊള്ളാം, അച്ഛൻ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും അന്തം വിട്ട് നോക്കുവാണേ. ഇവിടെ തന്നെയാണോ അച്ഛൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ആകാശ് വീണ്ടും ആര്യനോട് ചോദിക്കാം. ധർമ്മനും ഇതേ അവസ്ഥ തന്നെയാണ്. അയ്യോ, അടിപൊളി ഹോട്ടല്, ആകാശേട്ടൻ നോക്കിയോ, ഇപ്പം വണ്ടി തിരിക്കാൻ പറയും. അല്ല, അതാ ഉറപ്പല്ലേടാ എന്ന് ആകാശ് പറയാം. എന്താളിയാ ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയേ എന്ന് ധർമ്മൻ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കും. എടാ, കന്യാകുമാരിയിൽ ഇതിലും വലിയ ഹോട്ടലൊന്നും ഇല്ലേ എന്ന് ഡ്രൈവറോടൊപ്പം നമ്മുടെ ബാലൻ ചോദിക്കുകയാണേ. കൊള്ളാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഹോട്ടൽ ഇതാ സാർ എന്ന് ഡ്രൈവർ അപ്പം പറയാം. എടാ, അച്ഛനിതെന്തു പറ്റി എന്ന് ആനന്ദ് അപ്പം ചോദിക്കുക. പെട്ടെന്ന് ധർമ്മം പറയും, ആളിയം പണി തുടങ്ങി, ഇപ്പം കണ്ടോ പോയി ഏറ്റവും പൊട്ട ഹോട്ടലിൽ തന്നെ നമ്മളെ എത്തിക്കുമെന്ന്. ആകാശം പെട്ടെന്ന് പറയും ആര്യൻ്റെ ചെവിയിലെ, ഇപ്പം പറയുന്നത് കേട്ടോ, ഇത്രയും വലിയ ഹോട്ടലൊന്നും നമുക്ക് വേണ്ട, ഈ ആർഭാടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഡോർമെറ്ററി മതി എന്നുള്ള ഡയലോഗ് ഇപ്പം വരും, നീ നോക്കിക്കോ എന്ന് പറയാം. അപ്പം ആര്യം പറയും, അത് ശരിയാ, ഇപ്പം തന്നെ പറയും. എടാ, കന്യാകുമാരിയിൽ ഏറ്റവും വലിയ ഹോട്ടൽ ഇത് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ എന്ന്
ബാലൻ ചോദിക്കുക. എന്നാൽ പിന്നെ എല്ലാവരും ബാ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം എന്ന് പറയാം. അച്ഛാ, ഇത് സ്റ്റാർ ഹോട്ടലാ എന്ന് ആനന്ദ് പറയും. അതിനെന്താടാ എന്ന് ബാലൻ അപ്പം ചോദിക്കുക. ഒരു കുപ്പി വെള്ളത്തിന് വരെ നാലിരട്ടി പൈസ മേടിക്കും അവര്. അതിനിപ്പോൾ എന്താ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ബാലൻ പറയും, ജീവിതത്തിൽ ഇന്നേ വരെ ഞാനൊരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. ദൈവമായിട്ടൊരു അവസരം തരുമ്പോൾ നമ്മളത് തട്ടിക്കളയാൻ പാടില്ലല്ലോ, ഒരിക്കലും പാടില്ല. ബാ 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 ബാ, നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പോകാം എന്ന് പറയാം. ആകാശേട്ടാ, ഇത് നമ്മുടെ അച്ഛൻ തന്നെയാണോ എന്ന് ആരും ചോദിക്കും. നമ്മുടെ അച്ഛൻ ഗോമതി സ്റ്റോഴ്സ് ബാലൻ തന്നെയല്ലേ ഇത് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് ധർമ്മൻ ചോദിക്കും, അല്ല ഈ ഹോട്ടലിൽ നിന്ന് വരാൻ പോകുന്ന ബില്ല് കണ്ട് അളിയൻ്റെ കണ്ണ് 2 ബുൾസയാകും. അല്ല, ബില്ല് നമ്മളെ കൊണ്ട് അടുപ്പിക്കുമോ? അതേ എൻ്റെ കയ്യിൽ നയാ പൈസയില്ല. അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് ആര്യനും പറയാം. അപ്പോൾ ആനന്ദ് പറയും, സ്റ്റാർ ഹോട്ടലാ, ഇവിടുത്തെ ബില്ല് കാണുമ്പം അച്ഛൻ തല കറങ്ങി വീഴും എന്ന് പറയാം. ആര്യ, നീ അച്ഛനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ എന്നും പറഞ്ഞ് ആര്യനെ ആനന്ദ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ ആര്യൻ അച്ഛൻ്റെ പിന്നാലെ ചെന്ന് കൈ പിടിക്കുക. അച്ഛ ഇവിടെ തന്നെ നമുക്ക് താമസിക്കണോ? ഇവിടെ നല്ല പൈസയാകും, നമുക്ക് ചെറിയൊരു ഹോട്ടലിൽ താമസിച്ചാൽ പോരെ? എടാ, നമ്മൾ എന്തിനാ ട്രിപ്പിന് വന്നേ? ഒന്ന് സന്തോഷിക്കാൻ. 2 ദിവസം അടിച്ചു പൊളിച്ച് നല്ല രീതിയിൽ സന്തോഷിക്കണം. എങ്കിൽ വാ വാ വാ, നമുക്ക് അകത്ത് കയറി പോകാം എന്ന് പറയും. നിങ്ങൾ എന്താ ആലോചിച്ച് നിൽക്കുക? അവരെയും കൂട്ടിക്കൊണ്ട് നീ വാ എന്ന് ആര്യനോട് പറയാം. എന്താ എടാ, അച്ഛൻ എന്താ പറഞ്ഞ് എന്ന് ആനന്ദ് ചോദിക്കും. അപ്പോൾ ധർമ്മനെ ചോദിക്കും, എന്താണ് അളിയൻ പറഞ്ഞേ? നിങ്ങളുടെ അളിയൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാമാ. എന്തായാലും അച്ഛൻ ഇവിടെ റൂം എടുക്കില്ല, ഡോർമെറ്ററി ആയിരിക്കും, അതിന് പൈസ കുറവായിരിക്കും. എന്താണെന്ന് നോക്കാം, വാ പോയി നോക്കാം എന്ന് ആനന്ദ് പറയാം. അപ്പോൾ ആനന്ദിന് പിന്നാലെ എല്ലാവരും ബാലൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ആകാശ് പറയാ, ഡോർമെറ്ററി ഒഴിവില്ലെങ്കിൽ എവിടെ പോയി കിടക്കുമോ? എന്നിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരിക, 5 പേരുണ്ട്, അപ്പം റൂം എന്ന് ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആനന്ദ് കയറി ചോദിക്കും, ഈ ഡോർമെറ്ററിക്ക് പെർ ഡേ എത്ര രൂപയാ ചാർജ് എന്ന് ചോദിക്കുക. അപ്പോൾ ബാലൻ ചോദിക്കും, ഡോർമെറ്ററിയോ? ആർക്കാ ഡോർമെറ്ററി? അതച്ചാ, ഡോർമെറ്ററി ആണെങ്കിൽ ചിലവ് കുറവായിരിക്കും. എന്തൊരു കഷ്ടമാണെടാ ഇത്, നീയൊക്കെ ഇങ്ങനെ പിശുക്ക് കാണിക്കാതെടാ. ഡോർമെറ്ററി ഒന്നും വേണ്ട, റൂം മതി എന്ന് ബാലൻ പറയാ. ഇത് കേൾക്കുമ്പം റൂമോ? എന്തൊക്കെയാ ഈ അച്ഛൻ പറയുന്നേ? ഈ അളിയൻ്റെ തലയ്ക്ക് ആരോ അടിച്ചു എന്ന് ധർമ്മം പറയും. 3 റൂം വേണം എന്ന് പറയാം. നിങ്ങൾക്ക് 4 ആൾക്കോ 2 റൂം, 1 റൂം എനിക്ക് എന്ന് ബാലൻ പറയാം. AC ഉള്ള വലിയ റൂം തന്നെ ആയിക്കോട്ടെ. പിന്നെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നാൽ കടൽ കാണാൻ പറ്റണം. അങ്ങനെ ഉള്ള റൂമുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ ബാലൻ ചോദിക്കുന്നത്. അപ്പം പെട്ടെന്ന് റിസപ്ഷനിലെ ചേട്ടൻ പറയും, അങ്ങനെയുള്ള റൂമുകൾക്ക് കുറച്ച് പൈസ കൂടുതലാ എന്ന് പറയണ. അതൊന്നും സാരമില്ല എന്ന് പറയാം. അതൊന്നും നിങ്ങൾ നോക്കണ്ട, കടൽ കാണാൻ പറ്റുന്ന റൂമായിരിക്കണം, വലിയ റൂമായിരിക്കണം, എല്ലാ സൗകര്യങ്ങളും വേണം. അപ്പം പെട്ടെന്ന് ധർമ്മം ചോദിക്കും, അളിയ, നമുക്ക് കടൽപ്പുറത്ത് പോയി കണ്ടാൽ പോരെ? വലിയ റൂമൊക്കെ വേണോ? റൂമിലിരുന്ന് തന്നെ നമുക്ക് കാണണോ എന്ന് ചോദിക്കുക. എടാ, നീ ഒന്നും മിണ്ടാതിരിക്കുക. റൂമിലിരുന്ന് കടൽ കാണുന്നത് അതിൻ്റെ ഒരു സുഖം തന്നെയാ. അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ അത് വേറൊരു സുഖം തന്നെയാ. റൂമിലിരുന്ന് കടലും കണ്ടൊരു സ്മോൾ അടിക്കുക, അതൊക്കെ എൻ്റെ സ്വപ്നത്തിലുള്ള കാര്യങ്ങളാണ്. ഞാനിന്ന് അതൊക്കെ നടത്തിയെടുക്കും. അതെ, പ്രീമിയം ആണെങ്കിൽ പ്രീമിയം റൂം തന്നെ ആയിക്കോട്ടെ എന്ന് റിസപ്ഷനിലെ ആളിനോട് പറയാൻ കേട്ടോ. ഇതൊന്ന് ഫിൽ പണി കൊടുക്കുക എന്ന് അദ്ദേഹം തമിഴിൽ പറയുക. ആനന്ദ്, ഏടാ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേടാ എന്ന് ബാലനപ്പം പറയും. 3 റൂം എൻ്റെ പേര് മതി കേട്ടോ, ഗോമതി സ്റ്റോഴ്സ് ബാലൻ അങ്ങനെ എഴുതിക്കോ എന്ന് പറയുക. അത് കേൾക്കുന്ന ആകാശ് ആനന്ദും ആര്യനും പരസ്പരം നോക്കി ചിരിക്കേ. അല്ലച്ച, ആധാർ കാർഡിലുള്ള പേരെ എഴുതേണ്ടത്, എന്നാൽ വെറും ബാലൻ അങ്ങനെ മതി, ആധാർ കാർഡിൽ ഗോമതി സ്റ്റോർ ഇല്ല എന്ന് പറയണം കേട്ടോ. അപ്പം ചിരിച്ചുകൊണ്ട് അങ്ങനെ ആനന്ദ് എഴുതുവാണേ. അപ്പം എന്നിട്ട് കീയും കൊടുക്കുക. സമയം ബാലൻ കീയൊക്കെ മക്കളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, വേഗം പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങി വാ, നമുക്ക് എത്രയും വേഗം പോയി ആഹാരം കഴിക്കാം, വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് ബാലൻ തൻ്റെ റൂമിലേക്ക് പോവേ. അപ്പം ധർമ്മം പറയും, അളിയ ആ ബാഗിങ് തന്നേരെ, ഞാൻ സൂക്ഷിച്ചോളാം, ഈ ഭാഗമൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങ് പോവാണ് കേട്ടോ. അപ്പം ധർമ്മൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക, അച്ഛൻ്റെ ബാഗിനുള്ളിൽ എന്തായിരിക്കും ഇവിടെ എന്ന് അവർ ആനന്ദിനോട് ചോദിക്കുക. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ മാമൻ എന്തിനാണ് ചിന്തിക്കുന്നത്, അച്ഛൻ്റെ വല്ല സാധനങ്ങളും ആയിരിക്കും എന്ന് പറയാം. അങ്ങനല്ല, അതിലെന്തോ രഹസ്യമുണ്ട് എന്ന് പറയാ. എന്ത് രഹസ്യം? ഒന്ന് പോ മാമ എന്ന് ആര്യനും ആകാശവും അപ്പം പറയണം കേട്ടോ. വേഗം പോയി റെഡി ആയിട്ട് വാ, നമുക്ക് പോയി ഇവെല്ലാം കഴിക്കാം, വിശന്ന് കുടൽ കരിയ എന്ന് ആകാശ് പറയാം. ഏതെങ്കിലും തട്ടുകടയിൽ പോയി ആയിരിക്കും കഴിക്കുന്നത് എന്ന് വീണ്ടും അപ്പം ആര്യം പറയണം കേട്ടോ. അതെ, ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ റൂം എടുത്തപ്പം ഫുഡ് എന്തായാലും അച്ഛൻ ചുരുക്കും എന്ന് ആനന്ദും പറയുകയാണേ. എങ്കിലും അച്ഛനത് എന്തു പറ്റി? ഈ ഹോട്ടലിൽ ഇത്രയും കാശ് കൊടുത്ത് റൂം എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ തലക്കാരിലും അടിച്ചോ എന്ന് ആകാശ് വീണ്ടും ചോദിക്കുക. നമുക്കുള്ള എന്തോ പണിയാ ആകാശേട്ടാ വരാൻ പോകുന്നേ എന്ന് എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നു എന്ന്
ആരും പറയണം കേട്ടോ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാം. ഇത്രയും വലിയ റൂമിൽ ജീവിതത്തിൽ ആദ്യമൊക്കെ കിടക്കാൻ പോകുന്നത്, ഇന്ന് ഞാൻ അറമാദിക്കും എന്നും പറഞ്ഞ് ആകാശ് കയറി പോകുന്നത് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്ത് നമ്മുടെ ഗോമതി വിഭവസമൃദ്ധമായ ഒരു ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉദയഭാനുവിന്. അതെല്ലാം കഴിച്ച് നക്കി, കൈയിൽ നക്കി, പ്ലേറ്റ് നക്കിയിട്ട് ആ ഉദയഭാനു അവിടെ നിൽക്കുന്നത്. ഉദയഭാനുവിൻ്റെ ആർത്തി മുത്തള ഈ കഴിപ്പ് കാണുമ്പോൾ മീനും ഇത്രയും ഒക്കെ അറപ്പോടെ കേട്ടോ നോക്കുന്നത്. അതുപോലെ ദേവിക്കാകെ നാണക്കേട് വരിക. അച്ഛൻ അതുപോലെ ഒരു മാനേഴ്സും ഇല്ലാതാണ് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞ് ഗോമതിയുടെ ചുറ്റും കൈ കഴുകാൻ അപ്പം വാഷ് ബേസിനും ഗോമതി കാണിച്ചു കൊടുക്കും. ഇപ്പം പോകൂലോ എന്നുള്ള സമാധാനത്തിലാണ് ഗോമതി മക്കളും നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്നത് നമ്മുടെ സുകന്യയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. നമ്മുടെ ഉദയഭാനു ഇപ്പോഴെങ്ങും പോകാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ദേവിയുടെ കയ്യിൽ നിന്ന് ആ സ്വർണം അടിച്ചു മാറ്റണം. അതുമാത്രമാണ് ഈ വരവിൻ്റെ ഉദ്ദേശം. അതുമാത്രമല്ല, സുകന്യയുടെ കയ്യിൽ നിന്ന് പറ്റുവാണെങ്കിൽ കുറച്ച് കാശും അടിച്ചു മാറ്റണം. അതിനുള്ള ആ തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കിയ ശേഷം മാത്രമേ ഉദയഭാനു പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മീനുവിൻ്റെ മിത്രയുടെയും പ്ലാനുകളെല്ലാം തകരും കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.